പ്രണയശലഭം അധ്യായം 6. എല്ലാവരും ധൃതി പിടിച്ച ഓട്ടത്തിലായിരുന്നു. ആരും ആരെയും ഗൗനിക്കാതെ തിരക്ക് പിടിച്ച ഓട്ടത്തിൽ. നാട്ടിൽ നിന്ന് വളരെ വ്യത്യാസമായിരുന്നു ദുബായ്. വാഹനങ്ങളും ആളുകളും സംസ്കാരവും എല്ലാം വ്യത്യസ്തം. അല്പം കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ സീനത്തരികിലെത്തി. ബൈ, നിങ്ങൾ സീനത്തല്ലേ? നേരത്തെ സംസാരിച്ച ഭാഷാപ്രയോഗം കണ്ട് വീണ്ടും കേട്ടപ്പോൾ സീനത്തിന് കുറച്ച് സമാധാനമായി. അതെ, എന്നാ വാ, വണ്ടി പുറത്തുണ്ട്. കയ്യിലെ ചെറിയ ബാഗ് തൂക്കി അവന് പിറകെ നടന്നു. നിങ്ങൾ ആദ്യമായല്ലേ ദുബായ്? അതെ, ആദ്യമായിട്ടാ. എന്തിനാ ഈടെ വന്നത്? ഓൻ പറഞ്ഞത് നിങ്ങളെ ചങ്ങായിനെ കാണാനില്ലെന്നാ. നേരന്നെയാ? അത് ശരിയാണ്, എൻ്റെ സുഹൃത്തിനെ കാണാനില്ല. എന്താ ബായ്, സുഹൃത്താണെങ്കിൽ ഇങ്ങനെ വരുമോ? ഇത് ചെറിയ തേപ്പ് മണക്കുന്നുണ്ടല്ലോ. സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോയ ആളാണ്. നിങ്ങളെ ചങ്ങായി ഭാഗ്യമുള്ളനാ. നിങ്ങളെ കാണാൻ വേറെ തന്നെ ഒരു മഞ്ച. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പാളിയെത്തുന്ന നോട്ടങ്ങൾ അത്ര സുഖമായി തോന്നിയില്ല സീനത്തിന്. എങ്കിലും ഇപ്പോൾ റംഷിയെ കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രാധാന്യം. അവനൊപ്പം അവൾ വണ്ടിയിലേക്ക് കയറി. പ്രത്യേകിച്ചൊന്നും തന്നെ എടുക്കാനുണ്ടായിരുന്നില്ല. അതെ, നമ്മ ഇപ്പോൾ ഒരു റൂമിലേക്ക് പോകാൻ പോയി. നമുക്ക് സാവധാനം നിങ്ങളെ ചങ്ങായിനെ കണ്ടുപിടിക്കാം. എന്താ? സീനത്തൊന്നും പറഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് അവനവൻ്റെ ഇടം കണ്ടിട്ട് പാളി നോക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ തന്നെ കാണാതെ പോയത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ദുബായ് റോഡുകളിലെ വേഗതയേറിയ വാഹനങ്ങൾ, വണ്ടിക്കുള്ളിൽ നൈലൌഷയുടെ FM ചാനലിൽ നിന്നുള്ള പരിപാടികളും പാട്ടുകളും പതിയെ ഓർമ്മകളെ ചിന്തകളിലേക്ക് തള്ളിയിട്ടു. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഈ നഗരത്തിൽ എവിടെയാണ് റംഷിയെ കണ്ടുപിടിക്കുക? പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റംഷിയെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എത്ര വട്ടം കൊഴിഞ്ഞിറങ്ങിപ്പോയാലും വീണ്ടും തിരിച്ചു വരാൻ മാത്രം എന്തോ ഒന്ന് നമുക്കിടയിലുണ്ട്. അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. അത്രമേൽ ഹൃദ്യമായിരുന്നല്ലോ അവൻ്റെ പ്രണയം. അവൻ്റെ ഒരു കുഞ്ഞു വാക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഒരു കുഞ്ഞു നിശ്വാസമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ വാക്കിനാൽ ഒരു വിശറി തീർത്തേനെ. മറവിയുടെ ഇലകളിൽ വാക്കുകൾ അനേകം കുളിർ പകരാൻ കാത്തിരിപ്പുണ്ടാവും. ഹൃദയം നുറുങ്ങുന്ന പോലെ നെഞ്ചിനുള്ളിലെ മഴമേഘങ്ങൾ പൊയ്തൊഴിയുമ്പോഴും എത്രമാത്രം കണ്ണീരൊഴുക്കിയിട്ടും ഒരു തുള്ളി പോലും നിന്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നില്ലല്ലോ റംഷി. ചിന്തിച്ചു കയറിയ ചിന്തകളെ പെട്ടെന്ന് തിരിച്ചിറക്കി. ഒരിക്കലും റംഷിക്ക് തന്നെ മറക്കാനാവില്ല. അവൻ എവിടെയോ എങ്ങനെയോ പെട്ടുപോയിട്ടുണ്ട്. കുറച്ചു സമയത്തെ യാത്രകൾക്കിടയിൽ ഒരു തിരക്കേറിയ ചെറിയ കെട്ടിടത്തിന് മുൻപിൽ വാഹനം നിർത്തി. ആ തെരുവിൽ നല്ലൊരു വിഭാഗവും കറുത്ത വർഗ്ഗക്കാരായിരുന്നു. വഴിയോരങ്ങളിൽ അവിടെയും ഇവിടെയും താമസിക്കുന്ന ബംഗാളികളുമുണ്ട്. അവൾ വാഹനത്തിൽ നിന്നും ഇറങ്ങിയതും ആളുകൾ അവളെ ശ്രദ്ധിച്ചു തുടങ്ങി. ഒറ്റനോട്ടത്തിൽ അത് കഥകളിൽ പറഞ്ഞു കേട്ടതുപോലെ ഏതൊരു ബോംബെയിലെ ഏതോ ഒരു നഗരമാണെന്ന് തോന്നി. ബോംബെ കോളനികളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കൂടുകൂട്ടിയിരിക്കുന്ന ഇടവഴിയിലെ കുടിസുമുറികളിലേക്ക് നടക്കുന്ന ജീവിതങ്ങൾ. അറബിക്കഥയിലും ആളുകൾ പറഞ്ഞതിലും കേട്ട ദുബായ് എന്ന നഗരത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞു കേൾക്കാത്ത വേറൊരു മുഖം. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ വഴിയേരിയിൽ മാംസം നിൽക്കാൻ വിൽക്കുന്ന ഗതികേടുകൾ മുഖശ്രീയാക്കിയ നൈജീരിയൻ സ്ത്രീകൾ. പലയിടങ്ങളിലായി ആളുകളെ വലവീശി പിടിക്കാൻ നിൽക്കുന്ന ഏജന്റുമാർ. ഇങ്ങനെ ഒരു സ്ഥലത്താണോ താനും വന്നു വിട്ടിരിക്കുന്നത്? ശരിക്കും പേടി തോന്നുന്നു. പക്ഷേ താനെന്തിന് പേടിക്കണം? തൻ്റെ പ്രിയപ്പെട്ടവനെ അന്വേഷിച്ചിറങ്ങിയതാണ്. അവനെ കണ്ടുപിടിക്കുന്നു, അവനോടൊപ്പം തിരിച്ചു നാട്ടിലേക്ക് പോകുന്നു. ഇതിൽ കൂടുതൽ എന്തിന് ചുറ്റുപാടുകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണം? തൻ്റെ അനുവാദമില്ലാതെ ആരാണ് തന്നെ തൊടാൻ പോകുന്നത്? മനസ്സുകളിലേക്ക് കയറി വരുന്ന അനാവശ്യ ചിന്തകളിൽ ഒഴിവാക്കാൻ സീനത്ത് പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. ചെറിയ ഇടവഴികളിലൂടെ ഒരു വലിയ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. മനം മടുപ്പിക്കുന്ന ഒരുതരം ഗന്ധം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. എതിരെ വരുന്ന ഒരാൾക്ക് അല്പം കടന്നു പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നടന്ന് കോണിപ്പടികൾ കയറി ഒരു മുറിയിലെ വാതിക്കൽ അവളെത്തി. നിങ്ങൾ തൽക്കാലം ഇവിടെ താമസിക്കുമായി, ഒന്ന് വിശ്രമിച്ചതിനപ്പുറം നമുക്ക് നിങ്ങളെ ചങ്ങായനെ കണ്ടുപിടിക്കാം. അല്ല, എനിക്ക് വിശ്രമിക്കൊന്നും വേണ്ട. നമുക്കിപ്പോൾ തന്നെ റംഷിയെ അന്വേഷിച്ച് പോകാം. കാസർഗോഡുകാരൻ പൊട്ടിച്ചിരിച്ചു തുടങ്ങി. ഇത് ദുബായ് ബായ്. നിങ്ങൾ വിചാരിക്കാൻ പോലെ പഴം പൊളിച്ചു നിന്ന ജോലിയല്ല ഇത്.
നിങ്ങളെ ചങ്ങായി ഇവിടെ ഇല്ല, ഓനെ കണ്ടുപിടിക്കണം. ഞങ്ങൾ ആദ്യം നോക്കട്ടെ, തിരിഞ്ഞിനാ, അല്ലാണ്ട് കീഞ്ഞു പാഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പറഞ്ഞതിൽ പകുതിയും മനസ്സിലായില്ല എങ്കിലും അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അയാൾ മുറിവിട്ടിറങ്ങിപ്പോയപ്പോൾ അവൾ സമാധാനത്തോടെ ഒന്ന് കണ്ണടച്ചു. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ പാളിയെത്തുന്ന നോട്ടവും സംസാരവും തന്നെ കുറച്ചൊന്നുമല്ല പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കെയൊന്ന് കരഞ്ഞാൽ പോലും കരച്ചിലുകളും തേങ്ങലുകളും പതിവായി ഈ തെരുവുകളിൽ അതൊരു പുതുമയാകും എന്ന് തോന്നുന്നില്ല. ഇടയ്ക്കെപ്പോഴോ ചാരിയിരുന്നപ്പോൾ കണ്ണുകളിൽ പതുക്കെ ഉറക്കം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇരുട്ടിന്റെ വിത്ത് തേടി ചൂട്ട് കത്തിച്ചിറങ്ങിയ മിന്നാമിനുങ്ങിനെ മണം കൊടുത്ത് കൊതിപ്പിച്ച് വഴിതെറ്റിക്കുന്ന ഒരു മുല്ലപ്പൂവുണ്ട്. അതുപോലെയാണ് റംഷിയുടെ പ്രണയവും. ആരൊക്കെ എന്തൊക്കെ തന്നാലും അതൊന്നും അവൻ്റെ പ്രണയത്തിന് പകരമാവില്ല. പലപ്പോഴും പലരും പറയുന്നത് പോലെ അടുത്ത ജന്മത്തിൽ ഒന്നാകും എന്ന് ആർക്കും വാക്കു കൊടുക്കാനും കഴിയില്ല. കഴിഞ്ഞ ജന്മത്തിൽ കൊടുത്ത വാക്കിനെ തിരയുകയായിരിക്കും ചിലപ്പോൾ. ഇപ്പോഴും വേരുകളൊന്നും ഒരുപിടി മണ്ണിട്ട് സൂക്ഷിച്ചിരിക്കുന്ന അറ്റുവീണ പൂവിൻ്റെ ജഡത്തിലിട്ട് മൂടാൻ ഓരോരുത്തരുടെയും സ്നേഹത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അവരെ അന്വേഷിച്ച് ഒരു യാത്ര പോകണം. എത്ര ഓടിയാലും അവർക്കരികിലെത്താത്തതുപോലെ ഇങ്ങനെ അലസമായി അന്തിച്ചു നിൽക്കണം. ഉള്ളം നിറയെ സ്നേഹമുള്ളവരെ ലോകം ഭ്രാന്തരെന്നൊക്കെയാണ് വിളിക്കാറ്. നോക്കുമ്പോൾ തന്നെ വലിയ ഭ്രാന്ത് അവനാണല്ലോ പതിവ്. പതിയെ എഴുന്നേറ്റ് പോയി മുറിയിലെ ലൈറ്റൊന്ന് അണച്ചു. വന്നു കിടന്നു. പാവം ഉപ്പയും ഉമ്മയും. ശരിക്കും അവർ എന്ത് ചെയ്തിട്ടാണ്? ചെറുപ്പം മുതൽ അവർ എങ്ങനെയാണ് തന്നെ നോക്കിയത്? ഒന്നിനും ഒരു കുറവ് വരാതെ. ഇടയ്ക്ക് ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന വയറുവേദന. വേദന കൊണ്ട് പൊളയുമ്പോഴൊക്കെ തന്നെ ചേർത്ത് പിടിച്ചിരുന്ന ഉമ്മ. സ്കാനിങ്ങിന് വേണ്ടി, തുടർ ചികിത്സയ്ക്കും വേണ്ടി ഓരോ ഇടങ്ങളിലേക്ക് ഓടുമ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. ആമാശയത്തിനോട് ചേർന്ന് മുന്തിരിക്കുലകൾ പോലെ നിറഞ്ഞു നിന്ന മാംസം മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ അന്ന് പറഞ്ഞു. പക്ഷേ ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ തനിക്ക് ഓപ്പറേഷൻ വലിയ പ്രതിസന്ധിയായിരുന്നു. അന്ന് തന്നേക്കാൾ താൻ അറിയാതെ കരഞ്ഞിട്ടുള്ളത് മുഴുവൻ അമ്മയായിരിക്കും. ഉപ്പ അപ്പോഴും ഗൾഫിലായിരുന്നു. ഉറക്കമില്ലാതെ കണ്ണുകൾ നിറച്ച് തൻ്റെ കട്ടിലിന് ചുവട്ടിൽ ഉമ്മ അങ്ങനെ കാത്തിരുന്നു, ഒരു പോള പോലും കണ്ണടയ്ക്കാതെ. കാലുകൾ എപ്പോഴും തിരുമിയും തടവിയും അവരങ്ങനെ നിന്നിട്ടുണ്ട്. ഒടുവിൽ വെള്ള വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ അണപൊട്ടി ഒഴുകിയ സങ്കടങ്ങളിലെ ഒരു തീരാ കടൽ തന്നെയായിരുന്നു അവർ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഒരാളുണ്ട് താങ്ങാനും തലോടാനും തണലാവാനും ഒക്കെ. കണ്ടുകിട്ടാൻ അല്പം കാത്തിരിക്കണമെന്ന് മാത്രം. പക്ഷെ ഇതങ്ങനെ അല്ലായിരുന്നു. ചെറുപ്പം മുതൽ തനിക്ക് സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഉപ്പ, ഉമ്മ, അനിയത്തി, പിന്നെ റംഷിയും. അതിനുമപ്പുറം റംഷിയുടെ കുടുംബവും. ഓപ്പറേഷൻ കഴിഞ്ഞ് നാവുകൾ മരവിച്ച് താൻ പുറത്തേക്ക് വരുമ്പോൾ നിനക്കൊന്നുമില്ലടാ, ഇപ്പോൾ റെഡിയാവുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് ഉമ്മയാണ്. ചിലപ്പോൾ ഈ കുട്ടിക്ക് കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാരെന്ന് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞ ഉമ്മ കണ്ണു തുടച്ചു. സാരല്ലടാ, അതൊക്കെ പടച്ചോൻ്റെ വിധിയല്ലേ എന്ന് ആശ്വസിപ്പിച്ചു. കുഞ്ഞില്ലെങ്കിൽ എന്താ, ജീവിച്ചൂടെ എന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പല കല്യാണങ്ങളിലും പോയി തിരിച്ചു വന്ന് കട്ടിലിൽ കിടന്ന് കരയുന്ന സൗദാമാമിയെ കാണുമ്പോൾ എനിക്ക് കുഞ്ഞില്ലാത്ത വിഷമം എന്താണെന്ന് മനസ്സിലാവും. അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാവും. അപ്പോഴൊക്കെ തിരിച്ച് തന്നിലേക്ക് നടക്കും. ആയിടയ്ക്കാണല്ലോ റംഷിയെ കാണുന്നതും പരിചയപ്പെടുത്തുന്നതെല്ലാം. രണ്ടാളും ഇഷ്ടങ്ങളും പരസ്പരം പറഞ്ഞു തുടങ്ങിയപ്പോൾ തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ റംഷിയോട് പറഞ്ഞിരുന്നു. തന്നെ ചേർത്ത് പിടിച്ച് അപ്പോഴെല്ലാം അവൻ പറഞ്ഞത് നീയാണ് എൻ്റെ എല്ലാം എന്നാണ്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിലനിർത്തി പോരണം. ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ. ഉടഞ്ഞു പോകുമ്പോഴൊക്കെ വാരിക്കൂട്ടി ഉള്ളത് മതി എന്ന് പറയാൻ ഒരാളുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണല്ലോ താൻ അവനെ തിരഞ്ഞിറങ്ങിയതും. വാതിൽ പുറത്തു നിന്നും തുടർച്ചയായി മുട്ടുന്ന ശബ്ദം കേട്ടു. മയങ്ങിത്തുടങ്ങിയ കണ്ണുകൾക്ക് വിട പറഞ്ഞ് പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഭായി, നിങ്ങ ഉറങ്ങായി തുടങ്ങിനോ? നിങ്ങ മാറ്റപ്പാ, ദുബായിലൊക്കെ ഒന്ന് കൊണ്ടുവരാലോ. അത് പിന്നെ സീനത്ത് പതിയെ അവർക്കൊപ്പം പുറത്തേക്കിറങ്ങി. തിരക്ക് പിടിച്ച ആ നഗരത്തിൽ ആരും ആരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ പലരും അവരെ സൂക്ഷ്മതയോടെ നോക്കി. 20 ദിർഹത്തിന് മസാജ് സെന്ററിലേക്ക് പലരും ക്ഷണിച്ചുകൊണ്ടിരുന്നു. ചതിക്കുഴികൾ നിറഞ്ഞ ദുബായിയുടെ സ്വന്തം ധേരത്തരവ്. ബംഗാളികളുടെയും നൈജീരിയക്കാരുടെയും മലയാളികളുടെയും ഹബ്ബ്. ഏറ്റവും അടിപൊളിയായും പാവപ്പെട്ടവനായും ജീവിക്കാൻ കഴിയുന്ന തെരുവ്. വഴിയോരങ്ങളിലെ ചെറിയ കഫ്റ്റീരിയയിൽ കൊതിയൂറുന്ന പല വിഭവങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു.
തീയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ സ്വന്തം നരകത്തിലെ കോഴി. ധൈര്യയുടെ തെരുവിൽ നിന്നും നടന്ന് പതിയെ നൈഫിലേക്ക് നീങ്ങി. കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു അവിടെ. മെട്രോ ട്രെയിനുകളും ബസ്സുകളും പ്രൈവറ്റ് ടാക്സികളുമായിരുന്നു. യൂറോപ്യൻ ചിന്തകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ. കൂടുതലായും ബ്രിട്ടീഷ് പൗരന്മാർ. നൈഫിൽ നിന്നും പതിയെ ഒരു ബോട്ടിൽ കയറി ഒരു ദിർഹം കൊടുത്ത് യൂണിയനിലേക്ക്. ഇംഗ്ലീഷും അറബിയിലും എഴുതിയിട്ടുള്ളതിനാൽ ബോർഡുകൾ വായിക്കാൻ എളുപ്പമായിരുന്നു. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന് പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മനുഷ്യനിർമ്മിതമായ കനാലിലൂടെ ബോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ആ ബോട്ട് യാത്ര വല്ലാതെ പേടിപ്പെടുത്തി. രാത്രിയുടെ മുഴുവൻ ഭംഗിയും അവിടെ നിന്ന് കാണാമായിരുന്നു. എവിടെ നിന്ന് നോക്കിയാലും ദൂരെ കാണുന്ന ബുർജ് ഖലീഫ, ആകാശങ്ങളിൽ ഇടതടവില്ലാതെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ. ഇവിടെ എവിടെയാണ് നീ റംഷി? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. യാത്രയിലുടനീളം അവളെ മുട്ടിയിരുന്നു പോകാൻ അയാൾ പരമാവധി ശ്രമിച്ചിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാവണം സീനത്ത് കുറച്ചകലം സൂക്ഷിച്ചു. അല്ല ഭായി, ഇനിയിപ്പോൾ അയാളെ കിട്ടിയില്ല എന്ന് കരുതുക, എന്താ ചെയ്യുക? സീനത്ത് ദൂരെ നോക്കിയിരുന്നു. കുറച്ചകലെ ബോട്ടുകളിൽ മിന്നാമിന്നുകളെ പോലെ വെളിച്ചം കാണാം. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും സന്തോഷത്തിനു വേണ്ടി എത്തുന്നവർ. ചില ബോട്ടുകളെ അരികിലൂടെ പോകുമ്പോൾ വളരെ വ്യത്യസ്തമായി തോന്നി. വെളുപ്പിൽ തവിട് നിറഞ്ഞ നിറമുള്ള റഷ്യൻ സുന്ദരിമാർ നിറഞ്ഞ ബെല്ലി ഡാൻസും തിമോറയും. ജീവിതം താൻ കണ്ടതിനേക്കാൾ എത്രയോ വ്യത്യസ്തമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഓരോ കാഴ്ചകളും. നഗ്നതകൾ അത്രയും ഒരു കൂട്ടം പുരുഷന്മാർക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഒട്ടും മടിയില്ലാത്ത ഒരു പെൺസമൂഹം. കൊതിയോടെയും അസൂയയോടെയും അത് നോക്കിയിരിക്കുന്ന ആൺസമൂഹം. അരികിൽ വന്ന് നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾക്കായി വാരിയിടുന്ന ദിർഹംസ്. അവൾ കൗതുകത്തോടെ അതൊക്കെ നോക്കി. മിക്കപ്പോഴും ഇവിടങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾക്ക് ഇവിടെ വലിയ മാർക്കറ്റാണ്. 4-5 പുത്തൻ ഉണ്ടാക്കാമെന്ന് ഉദ്ദേശത്തിൽ നാട്ടിൽ നിന്നും ഇവിടെ വരുന്ന പെൺകുട്ടികൾ എത്രയുണ്ടെന്നറിയാമോ? ഇതൊക്കെ എന്തിന് എന്നോട് പറയുന്നു എന്ന രീതിയിൽ സീനത്ത് അയാളെ ഒന്ന് നോക്കി. ഇവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഫിലിപ്പിനോ, ചൈന, റഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ. സാധാരണഗതിയിൽ നാട്ടിൽ നിന്നും വരുന്നവർ ഇവിടെയുള്ള പെൺകുട്ടികളുടെ സൗന്ദര്യത്തിൽ നാട്ടിലുള്ളതൊക്കെ മറന്നു പോകാറാണ് പതിവ്. എനിക്കും തൻ്റെ റംഷിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളിവിടെ എന്നെ സഹായിക്കാനുണ്ടാവുമെന്നാണ് എൻ്റെ സഹപാഠി എന്നെ പറഞ്ഞത്. നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. റംഷിയെപ്പറ്റി ഒന്നും അറിയാതെ, അവനെപ്പറ്റി ഒന്നും അന്വേഷിക്കാതെ നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞത് അത്രയും കുറ്റങ്ങളാണ്. ദയവേതിട്ട് ഉപദ്രവിക്കരുത്. സീനത്ത് അങ്ങനെ ഒരിക്കലും പറയുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. സാധാരണ പെൺകുട്ടിയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് അവളെന്ന് അയാൾക്ക് മനസ്സിലായി. അവളാവട്ടെ ദൂരേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഉണങ്ങിയെന്ന് കരുതുന്ന മുറിവിൽ നിന്നും വീണ്ടും ചോര കിനിയുമ്പോൾ ഭ്രാന്തിൻ്റെ കാലത്ത് കേൾക്കാതിരിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അലറിക്കരയാറുണ്ട്. അവൻ്റെ ഓർമ്മകൾ അത്രയും അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരല്പം കാരുണ്യെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ മറവിയുടെ മാറാല കൊണ്ട് എല്ലാം ഒന്ന് മൂടാമായിരുന്നു. അവൻ്റെ ഓർമ്മകൾ പൂക്കുന്ന ഭ്രാന്ത് നിറഞ്ഞ രാവുകൾ എനിക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. നിനക്കെന്നിലൊന്ന് ആർത്തലച്ച് പെയ്തൂടെ? ഞാൻ അവനോട് പലയാവർത്തി ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മുഖങ്ങളിലൂടെ ഇഴഞ്ഞിറങ്ങുന്ന അവൻ്റെ വിരൽ എൻ്റെ ചുണ്ടുകൾക്ക് മുകളിലായി അങ്ങനെ വന്നു നിൽക്കും. ചാറ്റൽ മഴയിലൂടെ നോക്കിയിരിക്കുമ്പോൾ നീ എന്ന കവിതയിൽ നനഞ്ഞ് കടലായി ഒഴുകാൻ വിതുമ്പുന്ന എന്നെ തടവിലാക്കിയിരിക്കുകയാണ് നീ. പ്രണയത്തിൻ്റെ ആഴങ്ങളിലുള്ള വേരുകൾ കെട്ടിപ്പുണർന്ന് അങ്ങനെ നീ മഴയും ഞാൻ കാറ്റുമാവണം. എന്നിട്ട് നമുക്കൊന്ന് കെട്ടിപ്പുണരണം. ഞാൻ അപ്പോഴൊക്കെ അവൻ്റെ കാതിൽ മന്ത്രിക്കുക. അങ്ങനെയാണ്. കിണുങ്ങി ഞാൻ ചിരിക്കുന്നത് കാണാൻ അവൻ ഒത്തിരി ഇഷ്ടമാണ്. നിന്റെ ചിരിയിലാണ് നീ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് ഇടയ്ക്ക് പറയും. ഓർമ്മയുടെ കുടചൂടി നിന്റെ അരികിലേക്ക് നീന്തി വരാൻ എപ്പോഴും തിടക്കമായിരുന്നു. ഒടുവിൽ ഓടി വരാൻ തുടക്കം കാട്ടിയപ്പോൾ നീ എന്നിൽ നിന്നും ഒരുപാട് അകലെയായിപ്പോയി. ശരിക്കും ഓർമ്മിപ്പിക്കാനും ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോഴേ ഈ ലോകവും സുന്ദരമാകുന്നത്. അയാൾ ചോദിച്ചതുപോലെ ഇനി റംഷിയെ കണ്ടില്ലെങ്കിൽ പിന്നെ ഈ സീനത്ത് ഉണ്ടാവില്ലല്ലോ. അവൻ്റെ ഗന്ധം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിശാഗന്ധിയെപ്പോലെ ഒരു രാത്രിയിൽ വന്ന പൂത്ത കൊഴിഞ്ഞു പോകുമെങ്കിലും ഗന്ധത്താൽ ഇന്നും അവൻ മത്തുപിടിപ്പിക്കുന്നു. അവനെ ഓർക്കുമ്പോഴൊക്കെ ഹൃദയത്തിൽ അവൻ്റെ ഗന്ധം അങ്ങനെ നിറയുന്നു.
ഒരു കുടയിൽ അവനൊപ്പം നിൽക്കുമ്പോൾ പുറകിലൂടെ അവൻ എന്നെ ചേർത്ത് പിടിക്കും. മഴയുടെ സുഗന്ധം മറഞ്ഞ മഴനൂലുകളെ പുണരണമെങ്കിൽ ഹൃദയത്തിന്റെ പ്രണയത്തിൽ ഒരു മറുകുമാണ് മാഷേ എന്നവൻ പറയും. ഇത്രയേറെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാവണം അത്രമേലെ സുന്ദരവും അത്രമേലെ വേദനാജനകവുമായ ഒരനുഭൂതിയുടെ പേര് കാത്തിരിപ്പ് എന്നാക്കുന്നത്. എന്തിനാണ് റംഷി ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം എനിക്ക് എന്താണോ ഇത്ര വലിയ പ്രത്യേകത? എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറയും. ബാക്കിയുള്ളവർ പറയുന്നത് ഞാൻ കാതുകൊണ്ടാണ് കേൾക്കാറുള്ളത്, നീ പറയുന്നത് ഹൃദയം കൊണ്ടും. ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കും. പക്ഷെ ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും. കണ്ണുനീർ കൊണ്ട് കാഴ്ചകൾ ഭംഗി അവനെ എങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ജീവിതത്തിൽ അങ്ങനെ ഇരിക്കെ ചിലർ വന്നു കയറും. അങ്ങനെയൊന്നും ജീവിതത്തിൽ നിന്നും ഇറക്കി വിടാൻ പറ്റാത്തവർ. എല്ലാവരും പറഞ്ഞതുപോലെ ഒഴിഞ്ഞു പോകാനും വിട്ടുകളയാനും ഇത് ബാധ കയറിയതല്ലോ, സ്നേഹിച്ചു പോയതല്ലേ. ചില ദിവസങ്ങളിലൊക്കെ ഇടവഴിയിൽ അവനങ്ങനെ കാത്തു നിൽക്കും. ചെമ്പരത്തി പൂത്ത ഇടവഴിയിൽ മൺതിട്ടയോട് ചേർന്ന് ഒരു കാത്തിരിപ്പ്. ഒടുവിൽ ആ കാത്തിരിപ്പിന് അവസാനം കൊടുത്ത് താൻ അവനരികിലെത്തുമ്പോൾ എവിടെയായിരുന്നു മാഷേ എന്ന് അല്പം പരിഭവം കലർത്തി അവൻ ചോദിക്കും. ഒന്നും മിണ്ടാതെ അവനെ നോക്കി അങ്ങനെ നിൽക്കും. കാത്തിരിക്കുകയായിരുന്നു തന്നെ എന്ന് അവൻ പറയും. ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ കാത്തിരിക്കാനുണ്ട് എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്. അതിൽ കൂടുതൽ ത്രാണിയില്ലാതെ അവൻ്റെ നെഞ്ചിലേക്ക് പതിയും. മിസ് യു. അവൻ്റെ ചുടുനിശ്വാസം ചെവികളിൽ വന്ന് മന്ത്രിക്കും. ഈ മിസ് യു എന്നാൽ ഒരാളുടെ മനസ്സിലും ശരീരത്തിലും നിറഞ്ഞു നിന്നിട്ടും മതിയാവാതെ വരിക എന്നല്ലേ? അത്രമേൽ പ്രിയപ്പെട്ടതാണോ തനിക്ക് താൻ? ഒരിക്കൽ കൂടി റംഷിയെ കൂട്ടി ആരുടെ വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് തോന്നി. നമ്മൾ ഒന്നായി നടന്ന വഴികളിൽ അവനു വേണ്ടി കാത്തു നിൽക്കണം. ഇനിയും ജനിക്കണം. നിന്നെ പ്രേമിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇഷ്ടമാണ് നിന്നെ എന്ന് പറയാതെ പറഞ്ഞ് നിന്റെ മുഖമൊന്ന് നോക്കണം. ആ ഒളി കണ്ടിട്ടുള്ള നോട്ടം നിന്റെ മുഖത്തൊന്ന് കാണണം. പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് നിന്നെ ഒരുപാട് സ്നേഹിക്കണം. ഒരിക്കലും ഇതുപോലെ പാതി വഴിയിൽ പിരിയില്ലെന്ന് നമുക്ക് സത്യം ചെയ്യണം. നീ എന്നിലില്ലാത്ത ദിവസങ്ങൾ അത്രയും ഞാൻ നടക്കുകയായിരുന്നു. സ്ഥിരമായി നമ്മൾ നടന്നു തീർത്ത വഴിയിലൂടെ പതിയെ നടന്നിട്ടുണ്ട്. വാഗപ്പൂക്കൾ വീണ് കരിഞ്ഞിട്ടുണ്ട് അവിടെ. വാഗമനത്തിൻ്റെ പഴയ സൗന്ദര്യം എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരല്പം കൂടി മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വസന്തം വരാനിരിക്കുന്നതേയുള്ളൂ. ഈ വാടിയ പൂക്കൾ അത്രയും കാലം തെറ്റിപ്പൂത്ത പൂക്കളാണ്. നീയും ഞാനും ഒരിക്കൽ കൂടി തിരിച്ചു തന്നെ വരിക തന്നെ ചെയ്യും. പൂക്കളൊക്കെ പൂത്തു നിറയും. സ്വന്തമല്ലാഞ്ഞിട്ടും എൻ്റേത് എന്ന് മനസ്സു മുദ്ര കുത്തിത്തരുന്ന ചില മുഖങ്ങളുണ്ടല്ലോ, ചില ഇഷ്ടങ്ങളുണ്ടല്ലോ. മറ്റാരുടേതോ ആവുന്നതോ അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മളെ ചുറ്റി വരിഞ്ഞു പൂക്കുന്ന ചില ഇഷ്ടങ്ങൾ. അങ്ങനെ ഒന്നാണ് റംഷി നീ എനിക്ക്. അതെ, നമുക്കിറങ്ങേണ്ട സമയമായി. അയാൾ വന്ന് സീനത്തിനോടത് പറയുമ്പോൾ അയാളുടെ ശബ്ദം അല്പം കാഠിന്യം നിറഞ്ഞതായിരുന്നു. മുൻപ് സീനത്ത് പ്രതികരിച്ചതൊന്നും അയാൾക്ക് ഇഷ്ടമായിട്ടില്ല. ഇതാണ് നിങ്ങൾ പറഞ്ഞ ഇടം. അവിടെ ആ കഫ്റ്റീരിയയിലാണ് നിങ്ങളുടെ റംഷി ജോലി ചെയ്തിരുന്നത്. പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചതെന്ന് കടയിൽ ആർക്കും അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം. അവൾ അല്പനേരം ആലോചിച്ചു നിന്നു. കഫ്റ്റീരിയയിലേക്ക് നടന്നു. പലരോടും അവൾ അന്വേഷിച്ചുവെങ്കിലും ആരും അവൾക്ക് വേണ്ട മറുപടികൾ കൊടുത്തില്ല. കണ്ണുകൾ നിറച്ച് അവൾ ആ ടേബിളിൽ അങ്ങനെ ഇരുന്നു. കുറച്ചു നാൾ മുമ്പ് വരെ അവിടെ ജോലി ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാർക്കും തന്നെ അറിയില്ലായിരുന്നു. അറബി റംഷിയുടെ അയാളുടെ ഫാം ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണ് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ ആരും തന്നെ അവളോട് പറഞ്ഞില്ല. പറഞ്ഞാൽ തന്നെ അതിന് തക്കതായ തെളിവുകൾ കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. പിന്നെ പറയുന്നതത്രയും ഇവരുടെ മുതലാളിയെക്കുറിച്ചാണല്ലോ. ഇത്രയും ക്രൂരനായ ഒരാളെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ നല്ലോണം ബോധവാന്മാരായിരുന്നു. തിരിച്ചു നടന്ന അവൾ തൻ്റെ അവർക്കരികിലെത്തി. ഇവിടെ ജോലിയിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിവരം പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. അതന്നെയല്ല ബായി ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ അവസ്ഥ. നിങ്ങളെ ചങ്ങായി ജോലി ചെയ്യുന്ന സ്ഥലത്തിലെങ്കിൽ പിന്നെ അയാളെ ഈ നഗരത്തിൽ എവിടെ അന്വേഷിക്കാനാണ്? ഇനി എന്തു ചെയ്യും എന്നുള്ള ചിന്തയിൽ സീനത്ത് തികച്ചും ഒറ്റപ്പെട്ടുപോയി. തൻ്റെ പ്രാണന് വേണ്ടി ഓടിക്കിതച്ചെത്തിയപ്പോൾ എന്നിട്ടിപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അധ്യായം 9. വിശപ്പും ദാഹവും കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ചുണ്ടുകൾ വലിഞ്ഞു മുറുകി സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇരുട്ട് മൂടി തുടങ്ങിയപ്പോൾ
കണ്ണുകൾ പരമാവധി തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനിയൊരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട സീനത്തിനെയും തൻ്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും കാണാൻ കഴിയില്ല. മരുഭൂമിയുടെ ചതിക്കുഴികളിലാപ്പെട്ട് ഒന്നുമല്ലാതായി തീരാൻ പോവുകയാണ്. അബോധാവസ്ഥയുടെ ആഴക്കഴങ്ങളിലേക്ക് മുങ്ങിത്താഴുമ്പോഴും റംഷിയുടെ മനസ്സിൽ മുഴുവൻ അവളായിരുന്നു, സീനത്ത്. ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ അവസാന മെസ്സേജുകൾക്കപ്പുറം എന്നിൽ നിന്നും കേൾക്കാതെ ബാക്കിയായ എൻ്റെ വാക്കുകളെക്കുറിച്ച്, എത്രയൊക്കെ ചിരിച്ചാലും പൂർണ്ണതകൾ കിട്ടാത്ത എൻ്റെ സന്തോഷങ്ങളെക്കുറിച്ച്, സുഖനിദ്രയിൽ നീ മയങ്ങുമ്പോൾ ഒരു വേർപിരിയലിൻ്റെ നോവോർത്ത് ഉറക്കമില്ലാതെ കടന്നുപോയ എൻ്റെ രാത്രികളെക്കുറിച്ച്, നിന്നെ പിരിഞ്ഞ അന്നു മുതൽ എന്നെക്കുറിച്ച്, നിൻ്റെയും എൻ്റെയും ഓർമ്മകളെക്കുറിച്ച്. ഞാൻ ചിലപ്പോഴൊക്കെ അവളെ ഒരു പൂവായും ഞാനൊരു പൂമ്പാറ്റയെയും സങ്കല്പിക്കാറുണ്ട്. അവളുടെ ഇടയ്ക്കിടയ്ക്ക് പറയും, നീയല്ലാതെ മറ്റാരും എന്നിൽ നിന്നും തേൻ നുറന്നിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ അവളുടെ കവിളിൽ പതിയെ തലോടിക്കൊണ്ട് ചെവിയിൽ രഹസ്യമോതും, നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന്. അവൾ അവസാന നാളിൽ പറഞ്ഞത് അത്രയും അതുതന്നെയായിരുന്നു. ഈ പൂവിൽ വേറൊരു പൂമ്പാറ്റ വന്നിരിക്കും, അതെനിക്ക് താങ്ങാനാവില്ലെന്ന്. പ്രിയപ്പെട്ടവൾ ഇപ്പോൾ എവിടെയായിരിക്കും? മരണമാസന്നമായിരിക്കുന്ന ഈ വേളയിലും നിനക്കായി പൂത്തു ചുവന്ന കുളിർക്കാറ്റാൽ അടർന്നു വീണ നിന്നെ തഴുകി അകന്നപ്പോഴും നിൻ കാലിനടിയിൽ സ്പർശനത്തിൽ ഞെരിഞ്ഞമർന്നപ്പോഴും എന്നിൽ നീ എന്ന പ്രണയം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാഷെ. കണ്ണുകളിലെ കാഴ്ചകൾ മറഞ്ഞു തുടങ്ങിയപ്പോൾ റംഷിയുടെ നാവുകളിൽ ദിക്റുകൾ മാത്രം നിറഞ്ഞു നിന്നു. പതിയെ അവൻ്റെ ബോധം നശിച്ചു. മണലിനോട് ചേർന്ന് വീണു. നിശബ്ദമായി വീശിക്കൊണ്ടിരിക്കുന്ന മണൽക്കാറ്റ് അവനുമേൽ മണലിൻ്റെ കൂമ്പാരം സൂക്ഷിച്ചു. ഓത്തുപള്ളിയുടെ മുല്ലാക്കയുടെ ചൂരൽ വീശൽ അടിയിൽ പുളയുന്ന സീനത്തിൻ്റെ മുഖം കാണുമ്പോൾ റംഷിയുടെ കണ്ണുകൾ എപ്പോഴും അടയ്ക്കുമായിരുന്നു. ഒരിക്കൽ പോലും അവൾ വേദനിക്കുന്നത് കാണാൻ കാത്തിരുന്നതുമില്ല. ഒടുവിൽ അവളെ തല്ലുന്നത് സഹിക്കാൻ കഴിയാതെയപ്പോഴാണ് നടന്നു വരുന്ന ഇടവഴിയിൽ തറ്റാലിക്ക് മൊല്ലാക്കയെ അടിച്ചു വീഴ്ത്തിയത്. അത് വലിയ സംഭവമായിരുന്നു നാട്ടിൽ. അന്യമതസ്ഥരാരോ മൊല്ലാക്കയെ പിന്നിൽ നിന്നും ആക്രമിച്ചു എന്നൊരു വിഭാഗം. ജാതിയും വർഗവും ഇടകലർത്തി നാട് ആളിക്കത്താൻ തുടങ്ങിയപ്പോൾ റംഷി ശരിക്കും പേടിച്ചുപോയി. നേരെ പോയി ഉപ്പാനോട് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ചു നേരം എന്തോ ആലോചിച്ചിരുന്ന ഉപ്പ റംഷിയും കൂട്ടിപ്പോയത് മൊല്ലാക്കയുടെ വീട്ടിലേക്കായിരുന്നു. ചെയ്ത തെറ്റെന്താണെന്ന് മൊല്ലാക്കയെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തോട് പൊരുത്തം വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ കത്തി അമരയാൻ തുടങ്ങിയ ഒരു ഗ്രാമത്തിന്റെ മുകളിലേക്ക് മഴ പെയ്തിറങ്ങിയതുപോലെയായിരുന്നു. ഒരിക്കൽ സീനത്ത് ചെവിയിൽ അടക്കം ചോദിച്ചു തോർക്കുന്നുണ്ട്, എന്തിനാടാ ചെക്ക നീ അത് ചെയ്തത്? നിനക്ക് വേണ്ടി, അല്ലാതെ വേറെ ആർക്കു വേണ്ടിയാ? അവന്റെ മറുപടിയിൽ അത്ഭുതം പൂണ്ട അവൾ റംഷിയെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് വേണ്ടിയോ? എന്തിന്? പിന്നെ നിന്നെ എപ്പോഴും തല്ലുന്നത് എനിക്കെങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുമോ? അവളുടെ കയ്യിലെ ഉപ്പിലിട്ട മാങ്ങ അവന് നേരെ നീട്ടുമ്പോൾ അവൾ കടിച്ച സ്ഥലത്ത് തന്നെ കടിക്കാൻ ശ്രമിച്ചിരുന്നു. നിന്നെ എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് അറിഞ്ഞ് തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം അകന്നുപോയ നിന്റെ പ്രണയത്തെ തേടി ഞാൻ വീണ്ടും വീണ്ടും വരാത്തത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാം നിന്റെ ഓർമ്മകളെ മറവിക്ക് നൽകാൻ എൻ്റെ മനസ്സിനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പക്ഷെ അതൊക്കെ വെറുതെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ എന്നിലേക്ക് എന്നെ എപ്പോഴും ഇങ്ങനെ തിരിച്ചെത്തുകയല്ലേ? കൺകോണിൽ ചെറിയ നനവായി അങ്ങനെ തുടരുകയല്ലേ? റംഷിയുടെ മുഖത്തിന് മുകളിൽ കുറച്ച് വെള്ളം വന്നു വീണു. ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണ്ടെന്ന് അവൻ ചുറ്റും നോക്കി. തൻ്റെ കണ്ണുകൾ പാളിപ്പോയ, ഇരുട്ടുകയറി അടഞ്ഞുപോയ മരുഭൂമിയില്ല. വെളുത്ത നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ, താടി നീട്ടി പള്ളിയിലെ മൊല്ലാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്ന കുറച്ചാളുകൾ മാത്രം. തൻ്റെ ഓർമ്മകൾ നശിച്ചു തുടങ്ങിയതാണോ? താൻ കണ്ടതത്രയും സ്വപ്നങ്ങളാണോ എന്നതറിയാതെ റംഷി അസ്വസ്ഥനായി. താൻ എവിടെയാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നീ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഒരാൾ നീട്ടിയ കുടിവെള്ളത്തിൽ അവൻ ഒന്നുകൂടി നോക്കി. വിശ്വസിക്കാനാവാത്തതുപോലെ അവനത് തിരിച്ചും മറിച്ചു നോക്കി. മരുഭൂമിയിലെ ആടുകളുടെ ഗന്ധവും ഒട്ടകങ്ങളുടെ തീഷ്ണമായ ചൂരും കലങ്ങി മറഞ്ഞ കുടിവെള്ളവും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു നടക്കുന്ന മണലുമില്ല. കൺമുന്നിലുള്ളത് നല്ല വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച കുറച്ചു മനുഷ്യരും കുടിക്കാൻ തന്ന നല്ല വെള്ളവും. അവൻ ആർത്തിയോടെ ആ വെള്ളം കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിലൊരാൾ അവനെ തടഞ്ഞു. ആർ യു മുസ്ലിം? യെസ് മുസ്ലിം. സേ ബിസ്മില്ല ആഫ്റ്റർ യു ഡ്രിങ്ക് വാട്ടർ. റംഷി ബിസ്മി ചൊല്ലി വെള്ളമകത്തേക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ആർത്തിയായിരുന്നു. അവർ അവനെ നോക്കി. മുഷിഞ്ഞു ജീർണിച്ചു നാശമായ വസ്ത്രങ്ങളും ജാട പിടിച്ച തലമുടികളും മുഖങ്ങളിൽ അവിടെവിടെയായി രൂപം കൊണ്ടിരിക്കുന്ന വ്രണങ്ങളും അവനെ ഒരു ഭീകരജീവിയായി മാറ്റിയിരിക്കുന്നു. ചെറിയ ഒരു ഹാളായിരുന്നു അത്. കറുപ്പിയിൽ
അറബി അക്ഷരങ്ങളിൽ എഴുതിയ കുറച്ച് കൊടികൾ ആ മുറിയിൽ വെച്ചിരിക്കുന്നു. അവൻ പതിയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവർ അവൻ്റെ രൂക്ഷഗന്ധത്താൽ മൂക്കുപൊന്തി. ശുചിമുറിയിലേക്ക് അവനെ മാറ്റി നിർത്തി. ഷവർ ഓൺ ചെയ്യുമ്പോൾ ശരീരത്തിൽ പൊള്ളലേൽക്കുന്നത് പോലെ പിടയുന്നുണ്ടായിരുന്നു. തണുത്ത വെള്ളം അവൻ്റെ ശരീരമാകെ നനച്ചു തുടങ്ങി. ജടപിടിച്ച മുടികൾക്കുള്ളിലൂടെ വെള്ളം പതിയെ തല നനച്ചു. ആദ്യമായി വെള്ളം കാണുന്നത് പോലെ അവൻ അമ്പരപ്പോടെ ചുറ്റും നോക്കി. അവർ നൽകിയ സോപ്പും ചകിരിയും ഉപയോഗിച്ച് അവനവൻ്റെ ശരീരം വൃത്തിയാക്കാൻ തുടങ്ങി. ശരീരങ്ങളിലെ വ്രണങ്ങൾ പലതും തെളിഞ്ഞു വന്നു. ഇതേ അവസ്ഥയിൽ ഒരുപക്ഷെ 1 മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ താനില്ലാതെ ആവുമായിരുന്നു എന്നുള്ള സത്യം അവന് മനസ്സിലാവുകയായിരുന്നു. എന്നിരുന്നാലും അറബിയെ തല്ലി മണലിലൂടെ ഓടി താൻ ബോധം നശിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആരാണ് ഇവിടെ എത്തിച്ചത്? പരസ്പരം അറബി സംസാരിക്കുന്ന അവരുടെ ഭാഷ മനസ്സിലാക്കാൻ തന്നെ ഒത്തിരി വിഷമമായിരുന്നു. നല്ല ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും കിടക്കാൻ ഇടങ്ങളും അവർ നൽകി. പക്ഷേ അവരുടെ കയ്യിലെ ആയുധങ്ങൾ കണ്ട് റംഷി ഞെട്ടിയിരുന്നു. സിനിമകളിൽ മാത്രം കണ്ടു പരിചയമുള്ള AK-47, റിവോൾവർ തുടങ്ങി ഒരുപാട് ആയുധങ്ങൾ അവിടെയുണ്ടായിരുന്നു. പതിയെ സുഖം പ്രാപിച്ചു വരുന്ന റംഷിക്ക് അവർ ആയുധങ്ങൾ തുറയ്ക്കാൻ ഒരു ജോലി കൊടുത്തു. എന്താണ് അവരുടെ പ്രവർത്തനങ്ങളെന്നോ എന്തിനാണ് തന്നെ ഇവിടെ പാർപ്പിച്ചു എന്നതോ എന്നോ മനസ്സിലാവുന്നില്ല. പക്ഷേ കൃത്യം സമയങ്ങളിൽ നിസ്കരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ അവിടെ കാണാൻ കഴിഞ്ഞു. എല്ലാം ചെറുപ്പക്കാർ തന്നെയായിരുന്നു. റൊട്ടിയും പിന്നെ ഒരുതരം കറികളുമായിരുന്നു അവിടുത്തെ ഭക്ഷണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് അവരരികിലായി വന്നിരുന്നു. എന്താ പേര് തൻ്റെ? റംഷി. അവൻ ശരിക്കും ഒരു മലയാളിയെ കണ്ട സന്തോഷത്തിലായിരുന്നു. നിങ്ങൾ ആരാണ്? എന്താണ് ഇവിടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? ആരാണ് നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നത്? 100,000 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അയാൾ സമാധാനത്തോടെ റംഷിയെ നോക്കി. നിങ്ങളൊരു ഇസ്ലാമിക കൂട്ടായ്മയിലാണ് വന്നിരിക്കുന്നത്. ഇസ്ലാമിന് വേണ്ടി പോരാടുന്ന കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ. ISS, താലിബാൻ, അങ്ങനെ കുറേ കൂട്ടായ്മകൾ പറയാറില്ലേ? അതുപോലെ ഒരു കൂട്ടായ്മ എന്ന് മാത്രം കരുതിയാൽ മതി. എനിക്ക് അങ്ങനത്തെ കൂട്ടായ്മകളോട് താല്പര്യമില്ല. ഒരു രാജ്യത്തെ നശിപ്പിക്കുകയല്ലേ അവർ ചെയ്യുന്നത്. അയാൾ പൊട്ടിച്ചിരിച്ചു. അത് നിനക്ക് കേരളത്തിൽ താമസിച്ചതുകൊണ്ട് തോന്നുകയാ. നമ്മുടെ രാജ്യത്തിൻ്റെ വേറൊരു പേര് ഹിന്ദുസ്ഥാൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയുമോ? ഹിന്ദുക്കളുടെ സ്ഥലം. മുസ്ലിം നാമധാരികളായ നമുക്ക് നമ്മുടെ നാട്ടിൽ എവിടെയാണ് സ്ഥാനം? അയാൾ പറയുമ്പോഴൊക്കെ അയാളുടെ വാക്കുകളിൽ വർഗീയതയുടെ ജ്വലനമുണ്ടായിരുന്നു. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. എൻ്റെ വീട്ടിൽ പോകണം. നിനക്കിവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ പടച്ചവൻ വിചാരിക്കണം. ഇനി ഇവിടെ നിന്നും കുഴിച്ചു മൂടിയാലും ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. മരുഭൂമിയുടെ മണ്ണിൽ പകുതി ജീവനിൽ കിട്ടിയ നിന്നെ ഭക്ഷണവും മരുന്നും താമസവും തന്ന് ഇത്രയുമാക്കിയത് നീ എന്ന മുസ്ലിമിനെ ഓർത്തു മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരോധ അജണ്ടകളെ തകർത്തില്ലാതാക്കി രാജ്യത്തെ മുസ്ലിങ്ങളുടെ സാധ്യത കൂട്ടുകയാണ് വേണ്ടത്. ഹേയ്, നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല എൻ്റെ നാട്. എന്തിന്? ഞങ്ങൾ ഒന്നിച്ചാണ്. ഒരു വലിയ ഉരുൾപൊട്ടൽ വന്നപ്പോൾ പോലും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. വലിയ പ്രളയങ്ങളും പേമാരിയും വന്നപ്പോഴും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും കലർന്ന് നമ്മുടെ സമൂഹത്തെ താർക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ നാട്ടിലെ മദ്രസയും പള്ളി അങ്കണങ്ങളും അമ്പലമുറ്റങ്ങളും ഞങ്ങൾക്ക് തണലേകിയിരുന്നു. നീ എന്ത് വെട്ടിത്തരാണ് വിളിച്ചു പോകുന്നത്? നിങ്ങളുടേത് ശരിക്കും വർഗീയത നിറഞ്ഞ മനസ്സാണ്. സ്നേഹം തരുന്ന ഒരുപാട് വഴികൾ മുന്നിലുണ്ടെങ്കിലും, നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്നേഹങ്ങളുണ്ടെങ്കിലും ഒരിക്കലും സ്നേഹമില്ലെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ഇടങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുതരം ഭ്രാന്താണ് നിങ്ങളുടെ വർഗീയത. മനുഷ്യ സ്നേഹമല്ല, മനുഷ്യവർഗത്തിൻ്റെ അന്ത്യമാണ് നിങ്ങളുടെ ആവശ്യം. നീ പൊട്ടനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് സുഹൃത്തെ. നിങ്ങൾ നിലവിളിച്ചു കരയുന്ന ഗാസയും പലസ്തീനും നീ കാണുന്നില്ലേ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രം കൊണ്ടുവരുന്ന പൗരത്വ ഭേദഗതി ബില്ലുകളെക്കുറിച്ച് നീ അറിയുന്നില്ലേ? നീ പറയുന്ന സ്നേഹം നിന്റെ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണോ ഇങ്ങനെയൊരു നിയമം? എൻ്റെയും നിൻ്റെയും ഉമ്മമാർ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അവർക്ക് രേഖകളുമില്ല. ആധാർ കാർഡിലും ഇലക്ഷൻ കാർഡിലും മാത്രം ജീവിക്കുന്ന എവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരേണ്ടത്? ഭാവിയിൽ എന്തെങ്കിലും നീ നിന്റെ ഉമ്മയെ പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിലോ പോയി കാണേണ്ടി വരികയോ ചെയ്യേണ്ടി വരികയോ ചെയ്യുന്ന ഭീകരമായ അവസ്ഥകളെക്കുറിച്ച് നീ ഒന്ന് ഓർക്കണം. ഇനിയും വൈകിട്ടില്ല. നിന്റെ മണ്ടത്തരമായ ചിന്തകൾ അവസാനിപ്പിക്കാൻ ലോകത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് നേരെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നൊരുക്കുന്ന ഒരു പോരാട്ടമാണിത്. വർഗീയ വിഷയങ്ങൾ കുത്തിവെച്ച് രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, മുസ്ലിം വംശങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരെയും ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്രയും സുതാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ
ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് പാലസ്തീനെയും ഗാസയും ചേർത്ത് പിടിക്കുകയല്ലേ? പാലസ്തീൻ്റെയും ഗാസയുടെയും മണ്ണുകളിൽ ഷഹീദാവാൻ തുനിഞ്ഞിറങ്ങിയ ഒരുപാട് വീരന്മാരുണ്ട് സുഹൃത്തെ. മരണം സംഭവിച്ചാലും ശത്രുവിൻ്റെ തലയിൽ ഒരെണ്ണം എടുക്കുമെന്ന് ഉറപ്പിച്ചു പോയവർ. അതിരിക്കട്ടെ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ വീട് ഒത്തിരി കഷ്ടതയിലാണ്. മരുഭൂമിയിലെ അറബിയിൽ നിന്നും രക്ഷ തേടി ഓടി വന്നതാണ് ഞാൻ. ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, ഭക്ഷണവും വസ്ത്രങ്ങളുമില്ലാതെ അനുഭവിച്ച വേദനകൾ ഒത്തിരിയാണ്. നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ ഓർക്കേണ്ട. ഇനി മുതൽ നിന്റെ കുടുംബം എന്നത് ഇവരുടേതും കുടുംബമാണ്. നിന്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ മുഴുവൻ അവസ്ഥയും ഞങ്ങൾ അറിയുന്നുണ്ട്. ഒരു നിശ്ചിത തുക നിന്റെ വീട്ടിൽ എല്ലാ മാസവും എത്തിക്കൊണ്ടിരിക്കും. ഇസ്ലാമിക ഭീകരവിരുദ്ധർക്കെതിരെ നമ്മൾ പോരാടാൻ ആയുധമെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഷഹീദായാലും സന്തോഷിക്കാൻ മാത്രം ശീലിക്കുക ചങ്ങായി. നമ്മളെ കാണാൻ, ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ ആക്രമണങ്ങളെ വിലയിരുത്താൻ പുതിയ കമാൻഡർ വരുന്നുണ്ട്. നമ്മുടെ ഭരണത്തിനേക്കാൾ സിസ്റ്റമാറ്റിക്കായ ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. താൻ എന്തൊക്കെയാണ് ഇത് കേൾക്കുന്നത് എന്നറിയാതെ റംഷി അന്തം വിട്ടു നിൽക്കുകയാണ്. അവൻ്റെ കാതുകളിൽ മുഴുവൻ ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന മൊഴികൾ അലയടിക്കുകയാണ്. ഇന്ത്യയിൽ നടത്താനിരിക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു വലിയ കളത്തിലാണ് താൻ അകപ്പെട്ടത് എന്ന് റംഷിക്ക് ബോധ്യമായി. കണ്ണിൽ നിറഞ്ഞത് അത്രയും സെബാസ്റ്റ്യനെയും ഉണ്ണികൃഷ്ണനുമാണ്. പ്രിയമുള്ള സ്നേഹിതരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.